പക്ഷേ കാത്തിരിക്കുന്ന ഉപ്പാക്ക് വേണ്ടിയിട്ട് ഒരു വാച്ച് സമ്മാനിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമില്ലേ, ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവില്ലേ? ഒരുപക്ഷെ ഞാൻ ഈ ചെയ്തത് ചെറിയ കാര്യം തന്നെയാണ്, പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് വൃദ്ധസദനത്തിലെത്തിപ്പെട്ട വാപ്പ എന്നെ ഓർക്കാൻ എന്റെ കുട്ടിയെങ്കിലും ഉണ്ടല്ലോ എന്ന് പറയുമ്പോ ആ പാവത്തിന്റെ കണ്ണുകൾ നിറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. ബന്ധങ്ങളുടെ വില അറിയണം എന്നുണ്ടെങ്കിൽ മക്കളും പേരക്കുട്ടികളായിട്ട് ജനിക്കണമെന്നൊന്നുമില്ല, ഉള്ളിൽ അല്പം സ്നേഹം ഉണ്ടായാൽ മതി. ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോൾ വൃദ്ധസദനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഉപ്പാക്ക് വേണ്ടിയിട്ട് ഒരു പേരക്കുട്ടി എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി ഒരു വാച്ച് സമ്മാനം കൊടുക്കുന്നൊരു വീഡിയോ. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും ആദ്യം. വൃദ്ധസദനത്തിൽ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മൊയ്തു വാപ്പയാണത്. എന്നെ കണ്ട എന്റെ പേരക്കുട്ടി വന്നെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന ഈ വാപ്പ എന്നോട് കഴിഞ്ഞ തവണ പോയപ്പോ ഒരു ചെറിയൊരു ആഗ്രഹം പറഞ്ഞിരുന്നു. ആഗ്രഹം ചെറുതാണെങ്കിലും അത് കൊടുത്തപ്പോ വാപ്പാടെ മുഖത്ത് കണ്ട സന്തോഷം വലുതായിരുന്നു. അന്ന് എന്റെ അടുത്ത് പറഞ്ഞില്ലേ, നീ വരുമ്പോ എനിക്കൊരു വാച്ച് വാങ്ങിട്ട് ഓർമ്മ കിട്ടിയ അപ്പൊ വാച്ച് സമയം നോക്കാൻ വാപ്പാക്ക് വാച്ചില്ല, ഇനി വരുമ്പോ വാച്ച് വാങ്ങിയോ പറഞ്ഞ ഓർമ്മയുണ്ടാ? ആ കണ്ട ഓർമ്മ കിട്ടി. എടുത്തരാ സുന്ദരനായി. ആ പേരക്കുട്ടിന്റെ ഒക്കെ വാച്ച്. പേരക്കുട്ടി എന്നാ പറയാറില്ല അല്ലേ? കണ്ണൊക്കെ നിറയണു. ഒരുപക്ഷെ ഞാൻ ഈ ചെയ്തത് ചെറിയ കാര്യം തന്നെയാണ്, പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് വൃദ്ധസദനത്തിലെത്തിപ്പെട്ട വാപ്പ എന്നെ ഓർക്കാൻ എന്റെ കുട്ടിയെങ്കിലും ഉണ്ടല്ലോ എന്ന് പറയുമ്പോ ആ പാവത്തിന്റെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സന്തോഷം കൊണ്ട് കണ്ണു നിറയിച്ചൊരു വീഡിയോ ആണത്. ജന്മം കൊണ്ട് ആ പെൺകുട്ടി ആ മൊയ്തുക്കാട് ആരുമല്ല, പക്ഷേ കാത്തിരിക്കുന്ന ഉപ്പാക്ക് വേണ്ടിയിട്ട് ഒരു വാച്ച് സമ്മാനിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമല്ലേ, ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവില്ലേ? ഒരു പക്ഷെ റീൽസിന് വേണ്ടി ഷൂട്ട് ചെയ്തതാവാം, പക്ഷേ ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇത്രയും നന്മകൾ നമ്മൾ കാണുമ്പോൾ നമുക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഞാനിത് ഈ ഒരു വീഡിയോ ഞാൻ പങ്കുവെക്കാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഷക്കീർ എന്ന് പേരുള്ള ഒരു പ്രവാസി ഒരു അനുഭവം പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ. ദീർഘകാലം ഗൾഫിൽ നിന്നിട്ട് ഗൾഫ് മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഇനി ഗൾഫിലേക്ക് പോണില്ല എന്ന് ഉറപ്പിച്ചിട്ട് ആദ്യം വിളിച്ചു പറഞ്ഞത് പെങ്ങൾക്കാണ്, മൂത്ത പെങ്ങൾക്ക്. ഞാൻ ഇനി ഗൾഫ് മതിയാക്കാണ്, ഇനി ആ നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ മൂത്ത പെങ്ങൾ ആദ്യം ചോദിച്ചൊരു വാക്ക്, എടാ എൻ്റെ വീട് പണി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, വാർപ്പ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പണി ഒരുപാടില്ല, എന്താ ചെയ്യുക? അതൊക്കെ എന്തെങ്കിലും ഉണ്ട്, നിങ്ങൾ കുറേ പെങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ, അളിയന്മാരൊക്കെ ഉണ്ടല്ലോ, സഹായിക്കാനൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത്. ബാക്കി രണ്ട് പെങ്ങന്മാരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പറയാൻ ഉമ്മയും വാപ്പൊന്നുമില്ല, അവരൊക്കെ മരിച്ചുപോയി. അങ്ങനെ നാട്ടിൽ വന്നു. നാട്ടിൽ വരുന്ന കാര്യം പെങ്ങന്മാരെ അറിയിച്ചു, ഭാര്യനെ അറിയിച്ചു. അങ്ങനെ എയർപോർട്ടിൽ, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് നോക്കുമ്പോൾ ഭാര്യയും രണ്ട് കുട്ടികളും മാത്രമേ സ്വീകരിക്കാനുള്ളൂ. അപ്പോൾ മൂപ്പര് സെക്യൂർ ഓർത്തതിന് മുൻപുള്ള ഓരോ വരവിനും എല്ലാ പെങ്ങന്മാരും ഉണ്ടാവും, അളിയന്മാരടക്കേ ഉണ്ടാവുള്ളൂ. കാരണം പെങ്ങന്മാർക്ക് നല്ലോണം കൊടുന്നു കൊടുക്കലുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ട് ആ 3 പെങ്ങന്മാരെയും കെട്ടിച്ചയച്ച സെക്യൂറ അത്യാവശ്യം സ്വർണ്ണങ്ങളൊക്കെ കൊടുത്ത് ഇയാളെ ഗൾഫ് അധ്വാനം തന്നെ, അല്ലാതെ വാപ്പ നയിച്ചുണ്ടാക്കിയ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒക്കെ ഇയാൾ തന്നെയാണ് പെങ്ങന്മാരെ കെട്ടിച്ചയച്ച്. അങ്ങനെ ഉമ്മക്ക് വേണ്ടുന്നൊക്കെ കൊണ്ടിട്ട് ഉമ്മാനെ ഉമ്രക്ക് കൊണ്ടുപോയി. ഹജ്ജിന് കൊണ്ടുപോകാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഉമ്മയും മരണപ്പെട്ടു. ഉമ്മ മരണപ്പെട്ടപ്പോൾ സ്വത്തൊക്കെ വിഹിതം വെച്ചു, ഓരോരുത്തർക്കും എല്ലാം കൊടുക്കാനുള്ളത് കൊടുത്തു. അങ്ങനെ ആ പഴയ വീട് പൊളിച്ച് പുതിയൊരു വീടാക്കി മാറ്റി. ഇപ്പോഴത്തെ വാർപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു താമസം എവിടെയാണ്? ഭാര്യ വീട്ടിലാണ് താമസം. ഏറ്റവും വലിയൊരു ഇടങ്ങറ് ഈ വീട് പണി എങ്ങനെയിരുന്നു, തേപ്പ് ഉള്ളിലൊന്ന് വാർപ്പ് കഴിഞ്ഞിട്ടുള്ളൂ, തേപ്പൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ജനലൊക്കെ ഒന്ന് വെച്ചാൽ എങ്ങനെയും വീട് പണി ഫിനിഷിങ് കഴിഞ്ഞില്ലെങ്കിൽ ഒന്ന് കയറി ഇരിക്കണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ കയ്യിൽ പണമില്ല. അങ്ങനെ ഇയാൾ വന്നു, പെങ്ങന്മാരൊക്കെ പോയി കണ്ടു. 3 പെങ്ങന്മാരെ വീട്ടിലേക്കും ഇപ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ല, അളിയങ്ങൾക്ക് ഒഴിവുണ്ടായിരുന്നില്ല, പിന്നെ കുട്ടികളെ പരീക്ഷയായിരുന്നു. അങ്ങനെ ഇവർക്ക് മനസ്സിലായി ഇതിപ്പോൾ ഗൾഫ് മതിയാക്കി വരുന്ന ഒരാളുടെ കയ്യിലൊന്നും ഇല്ല എന്നൊക്കെ അറിയാം. 3 പെങ്ങന്മാരും വരെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങി. സ്വർണം അത് പറ്റൂലടാ, അളിയനക്ക് അത് അളിയൻ വേറൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് കാശ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഈ സ്വർണ്ണം അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം നയിച്ചുണ്ടാക്കിയിട്ട് ഒരു വാപ്പാടെ സ്ഥാനത്ത് നിന്ന് കൊടുത്ത സ്വർണ്ണമാണ്. ഒന്ന് തൽക്കാലം ഒന്ന് മറിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ അത് തരാൻ ഈ പെങ്ങന്മാർ തയ്യാറല്ല. അപ്പോൾ ഇദ്ദേഹം നല്ലൊരു സമയത്ത് അളിയൻക്ക് ഐഫോണ്, പെങ്ങൾക്ക് ഐഫോണ്, എല്ലാവർക്കും ഐഫോണ്, എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, ഓരൊക്കെ വീട് നിർമ്മാണത്തിനൊക്കെ കാശ് കൊടുത്തുകയാണ്. അവരൊക്കെ വീട് നിർമ്മാണത്തിൻ്റെ ഫർണിച്ചറൊക്കെ ഒരു വാപ്പ നിലക്കൊക്കെ കൊണ്ടുകൊടുത്തതാണ്. അങ്ങനെ ഒരു മാമൻ്റെ മോനുണ്ട്, ഓനെ ഗൾഫിൽ കൊണ്ടുപോകാൻ സഹായിച്ചത് മൂപ്പരാണ്. ഓനക്കൊന്ന് വിളിച്ചു വേടാ, കുറച്ച് കാശ് ഒരു 4-5 ലക്ഷം എങ്ങനെയും മറിക്കാണ്ടാവും, ഇതൊന്ന് ഫിനിഷിങ് നടത്തിയാലും എങ്ങനെയും മക്കളൊക്കെ ഇടന്ന് വന്നിരിക്കാറുണ്ട്, ഇത്തവണ ഒന്ന് വന്നിരിക്കണം എന്നൊരാഗ്രഹമുണ്ട് പുതിയ വീട്ടിലേക്ക്.
അപ്പോൾ അവൻ പറഞ്ഞു ഒരു 50,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയും ഒപ്പിച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്കില്ല. എവിടെ നല്ല കാശുള്ള ഗൾഫിലൊക്കെ നല്ല ബിസിനസ്സുകാരാണ് ആൾ, പക്ഷെ ഓൻ വിചാരിച്ചാൽ ഒരു 3-4 ലക്ഷം മറിക്കാനൊക്കെ പറ്റും. സഹായം ഓൻ അത്രയും അങ്ങോട്ട് സഹായിച്ചതാണ്. ഈ മനുഷ്യൻ ചോദിക്കുന്നവരോടൊക്കെ താൻ മുമ്പ് തൻ്റെ കയ്യിൽ കാശുണ്ടാകുമ്പോൾ ഉണ്ടായിട്ടല്ലേ ഈ മനുഷ്യൻ സഹായം ചെയ്യുന്നത്, കുടുംബമല്ലേ ബന്ധമല്ലേ എന്നൊക്കെ നോക്കി സഹായിച്ചതാണ്. അവരാരും ഇപ്പം എന്തില്ല, യാതൊരു മൂല്യം കൊടുക്കണില്ല. അങ്ങനെ ഒടുവിൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരാളുണ്ട്, ഒരു മദർസയിലെ ഉസ്താദാണ്. ആ മദർസയിലെ ഉസ്താദിന് രാവിലെ മദർസയ്ക്ക് പോയാൽ കിട്ടാൻ 4,500-5,000 ഉറുപ്പ്യ കിട്ടുള്ളൂ. പിന്നെ വല്ല മൗലൂദ് എന്തെങ്കിലും കാശ് കിട്ടിയാലായി. ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എന്താ ഷക്കീറേ ഇപ്പം എൻ്റെ വിഷയങ്ങൾ എന്താണ്, വീട് പണിയൊക്കെ പൂർത്തീകരിക്കേണ്ടത്, എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ കയ്യിലൊന്നുമില്ല, പക്ഷെ നമുക്ക് എവിടെ നിന്നെങ്കിലും ഒപ്പിക്കാം. അത് കേട്ടപ്പോൾ ഈ മനുഷ്യർക്ക് അത്ഭുതം തോന്നി. ഇയാൾ ഒരിക്കൽ പോലും ആ മദർസയിലെ ഉസ്താദിന് തൻ്റെ നാട്ടിലുള്ള തൻ്റെ പഴയ സുഹൃത്താണ്, ക്ലാസ്മേറ്റാണ്, ഒരു സഹായം ചെയ്തിട്ടില്ല. പക്ഷെ ആ മനുഷ്യൻ വന്നിട്ടാണ് ചോദിക്കണത്, ഷക്കീറ എനിക്ക് എന്താ വേണ്ടിച്ചോ ചോദിച്ചു. അയാൾക്ക് തരാനൊന്നുമില്ല, പക്ഷേ ആ ഒരു നല്ല വാക്ക് കേട്ടപ്പോൾ ഷക്കീർ ആശ്വാസമായി. പിന്നെ വീടിനടുത്തുള്ള മറ്റൊരു ഹിന്ദു സഹോദരൻ രാജേഷ് വന്നിട്ട് പറഞ്ഞു, എടാ എൻ്റെ കയ്യിലൊന്നുമില്ല, പക്ഷേ വീടിൻ്റെ പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനത് ചെയ്യാം. മൂപ്പരിങ്ങനെ ഇതിൻ്റെ ഒക്കെ ഒരു കോൺട്രാക്റ്റുകാരനാണ്. അപ്പോൾ നമുക്കൊരു കുറഞ്ഞ വിലക്ക് നല്ല പണിക്കാരൻ ഞാൻ അങ്ങനെ എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ നിനക്ക് കാശ് തരാനൊന്നുമില്ല, നിൻ്റെ അവസ്ഥ എനിക്കറിയാം, നമ്മളൊക്കെ പണ്ട് ഒരുമിച്ച് പഠിച്ചവരല്ലേ, ക്ലബിലൊക്കെ ഒന്നിച്ച് നമ്മൾ കളിക്കാൻ നടന്ന നല്ല ഫുട്ബോൾ പ്ലെയറൊക്കെ ആയിരുന്നു ഷക്കീർ. അന്ന് രാത്രിയിൽ ഈ മനുഷ്യനിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ആ ഫോൺ കോൾ ഇയാൾ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു ടിക്കറ്റ് എടുത്തിരുന്നു. ആ ടിക്കറ്റിന് 2 കോടി രൂപ ലോട്ടറി അടിച്ചു. അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷമായി ലോട്ടറി അടിച്ചിട്ട് ഈ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഇയാളെടുത്ത ഒരു ബിഗ് ഷോപ്പ് ഇതിലാണ്, ഈ നറുക്കിനാണ്, ടിക്കറ്റിനാണ് ഈ ഒരു ഇതടിച്ചിരിക്കുന്നത്. കോടികൾ 1-2 കോടിയോളം രൂപ അടിച്ചിട്ടാണ്. ഈ മനുഷ്യർക്ക് റബ്ബേ എൻ്റെ എല്ലാ കടങ്ങളും തീർന്നു, അള്ളാഹു എന്നെ സഹായിച്ചതാണ്, ആ ഒരു വിശ്വാസത്തിലായിരുന്നു അയാൾ. അങ്ങനെ ഇതൊക്കെ എല്ലാവരും അറിഞ്ഞു. കാരണം ഈ ലോട്ടറിയൊക്കെ അടിച്ചാൽ പത്രത്തിൽ ഇത് ഗൾഫിൽ നിന്നൊക്കെ ഗൾഫ് മാധ്യമങ്ങളിലും ഇതൊക്കെ വലിയ വാർത്ത വന്നു, ഇയാളെ ഫോട്ടോസ് വന്നു, ഇയാളെ കുടുംബത്തിനെ കുറിച്ച് സ്റ്റോറി വന്നു. അങ്ങനെ ഷക്കീർ ആകെ ഫേമസ് ആയി. അപ്പോൾ പെങ്ങന്മാരൊക്കെ വിളി, എടാ അങ്ങനല്ലേ ഇങ്ങനല്ലേ, ഞാൻ അന്ന് തരാൻ കഴിയാഞ്ഞിട്ടാണ്, പിന്നെ ഇക്കന്നെ എന്നോട് പറഞ്ഞ് എങ്ങനെയും എനിക്ക് കൊണ്ടുകൊടുക്കും. പിന്നെ എല്ലാവരും സ്വർണം തരാൻ തയ്യാറാണ്. കാരണം എന്താ, ഈ ഒരു ക്യാഷ് കിട്ടിയാൽ പിന്നെ ഓനക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. ഇതാണ് എല്ലാവർക്കും ഇങ്ങോട്ട് കിട്ടണം, കൈക്കോട്ടിൻ്റെ സ്വഭാവമാണ്, അങ്ങോട്ട് കൊടുക്കണം എന്നുള്ള സ്വഭാവമില്ല. പെങ്ങന്മാർ വരുന്നുണ്ട്, മാമൻ്റെ മക്കൾ വരുന്നുണ്ട്, മറ്റവൻ പറഞ്ഞ ഗൾഫിലുള്ള കുടുംബക്കാർ ചേടാ കുറച്ച് കാശോടെ ഇൻവെസ്റ്റ് ചെയ്യും, അതിൻ്റെ ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടും, നല്ല മാസം ഇത്ര ഇത് കിട്ടും, എന്തിനാ വെറുതെ കാശ് അവിടെ ഇവിടെയും കൊണ്ടുപോയി ഇടണ്ട. മനുഷ്യനെ ആലോചിച്ചു. ഇപ്പം എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും വിളിച്ച് പറയും ആരും ഇങ്ങോട്ട് വരണ്ട. എനിക്കൊരു ബുദ്ധിമുട്ടേറിയ സമയത്ത് ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങളൊരു മനുഷ്യൻ സഹായിക്കാണ്ടാണ്, അതുകൊണ്ട് ഇത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് കുറച്ച് ആളുകൾ, പാവപ്പെട്ട കുറച്ച് ആളുകൾ എന്നെ സഹായിക്കാൻ നേറ്റിയിരുന്നു, അവരെ ഞാൻ അങ്ങോട്ട് സഹായിക്കുന്നില്ല, 1 രൂപ കിട്ടുന്ന കരുതിയിട്ട് എന്നോട് സൗഹൃദം കാണിക്കേണ്ട തീർത്ത് പറഞ്ഞു. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ഭാര്യ പറഞ്ഞു, ഇത് തന്നെയാണ് ചെയ്തത് ശരി. പക്ഷേ ഇത് ഭാര്യ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഇയാൾ എന്ത് സ്വപ്നം? നിങ്ങൾക്ക് ലോട്ടറി അടിക്കണ സ്വപ്നം കണ്ടു. ലോട്ടറി ആക്കാഴ്ച ഓരോ കിനാവ് കണ്ടപ്പോൾ ഇയാൾക്ക് ലോട്ടറി അടിച്ചിട്ടില്ല, ഒരു ഭാര്യയുടെ സ്വപ്നമാണ്. ഭാര്യയോട് പറഞ്ഞു, എൻ്റെ പൊന്നു പെണ്ണെ ഇതൊക്കെ സ്വപ്നത്തിൽ ഓരോന്ന് കണ്ടത്, ഇതൊന്നും നടക്കാൻ പോണ കേസല്ല, ഞാൻ അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടില്ല, ഇപ്പം അങ്ങനെ വിചാരിച്ച് കാണും, എവിടുന്നെങ്കിലും വല്ല വാർത്തയും വായിച്ചിട്ട് വല്ല ടിക്കറ്റ് എടുത്ത് നറുക്കെടുപ്പിൽ ഞാൻ വിജയിക്കണ സ്വപ്നം കാണാതെ എന്തെങ്കിലുമൊക്കെ ഒരു ഗൗരവമുള്ള നമുക്ക് കാശ് കിട്ടിയിട്ട് നല്ല ജോലി കിട്ടുന്നതിനെ കുറിച്ച് എന്തെങ്കിലും കിനാവ് കാണുമെന്ന് പറയും. ഏതായാലും പിറ്റേ ദിവസം ഈ മദ്രസയിലെ ഉസ്താദ് വന്നിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യും, എൻ്റെ ഗെയർ ഓഫിൽ ഒരു വണ്ടി ഉണ്ട്, നമുക്ക് കോയമ്പത്തൂരിൽ നിന്നും അതേപോലെ തിരുപ്പതിയിൽ നിന്നൊക്കെ ഡ്രസ്സ് എടുത്ത് കൊണ്ടുവരാം, ഞാനും കൂടാം. എന്നിട്ട് ആ ഡ്രസ്സ് നമുക്ക് തെരുവിൽ കൊണ്ടുപോയിട്ട് വിൽക്കാം. ഈ റോഡ് സൈഡിലൊക്കെ കൊണ്ടുപോയി വിറ്റാൽ നല്ല വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടും, നല്ല ടീഷർട്ടുകൾ, നല്ല ഡ്രസ്സുകൾ, അത്യാവശ്യം നമുക്കുള്ളൊരു പണം കിട്ടും. തൽക്കാലം നിങ്ങളതൊന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞു. വലിയൊരു ആശ്വാസം. കാരണം അങ്ങനെ ആ ഒരു മദ്രസയിലെ ഉസ്താദിൻ്റെ താല്പര്യത്തോടെ അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ഇങ്ങനെ തിരുപ്പതിയിൽ നിന്നും മറ്റൊക്കെ ചെറിയ ഇന്നർവെയറും മറ്റു ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഓരോ തെരുവിലും ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഓമ്നിവാന് പോലെ നിർത്തിയിട്ട് അതിൽ നിന്ന് വിൽക്കുന്നൊരു സ്വഭാവത്തെ, വീടിൻ്റെ ഒരു ഭാഗം ബാങ്കിൽ പണയം വെക്കേണ്ടി വീട് നിർമ്മാണം പൂർത്തിയാക്കി. ഇത് ഷക്കീർ അനുഭവം പങ്കുവെച്ചതാണ്. ആരും ഉണ്ടാവില്ല നമ്മളെ സഹായിക്കാൻ. നമുക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്നവനാരോ അവരാണ് യഥാർത്ഥ സുഹൃത്ത്. പ്രവാസികളെ നിങ്ങൾ ആലോചിക്കുക. പല പ്രവാസികളും ഭാര്യനെ അങ്ങോട്ട് ചവിട്ടി തേച്ചിട്ട് ഉമ്മ മതി, പെങ്ങന്മാർ മതി എന്ന് പറഞ്ഞാക്കണവരുണ്ട്. ചിലർ ഭാര്യനെ മാത്രം നോക്കും, ഉമ്മയും വേണ്ട പെങ്ങന്മാരും വേണ്ട, നമുക്കെല്ലാവരും വേണം. അപ്പോഴൊക്കെ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ കൂടെ സഹായിക്കാൻ നിങ്ങളുടെ പണമായിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾ അധ്വാനിച്ചതേ ഉണ്ടാവുള്ളൂ. അതൊരു ഭാഗം എപ്പോഴും മാറ്റി വെക്കുക. ഒക്കെ ഇങ്ങനെ മെഴുകുതിരി പോലെ കുടുംബത്തിന് വേണ്ടി വെളിച്ചമാക്കിയിട്ട് കാര്യമില്ല. അവസാനം നിങ്ങൾക്ക് വേണ്ടി ആരും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു മെയ്തുക്കാനെ കണ്ടില്ലേ വൃദ്ധസദനത്തിൽ, എന്തോ കാരണം കൊണ്ട് വന്ന് എത്തിയതാവാം. ആ ഒരു ഉപ്പാക്ക് സഹായിച്ചത് ആരാണ്? ഒരു ഹിന്ദു സഹോദരിയാണ്. അതൊരു വാച്ച് കൊണ്ടുകൊടുക്കുമ്പോൾ ആ ഒരു ഉപ്പാൻ്റെ മുഖത്ത് കാണുന്നൊരു സന്തോഷത്തിൻ്റെ കണ്ണുനീരില്ലേ, ആ അവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത്. ബന്ധങ്ങൾക്കപ്പുറം മനുഷ്യരോട് നിങ്ങൾ ഇടപഴകുക, നല്ല മനുഷ്യരെ നിങ്ങൾ സുഹൃത്തുക്കളാക്കുക.
പ്രവാസികളാവും പ്രിയപ്പെട്ട പ്രവാസികളെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഷക്കീറിൻ്റെ അനുഭവം ഒരു പാഠമാക്കുക. അവസാനം ആരും ഉണ്ടാവില്ല. ആരേ ഉണ്ടാവുള്ളൂ? നമ്മൾ അധ്വാനിച്ച പണം അത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ശേഖരിക്കാം. നല്ലൊരു ഭാര്യ ഉണ്ടെങ്കിൽ തന്നെ വലിയൊരു ആശ്വാസമാണ്. എന്തായാലും ഈ ഒരു അനുഭവം ഓരോ പ്രവാസികൾക്കും ഓരോ പാഠമാണ്. പ്രവാസികൾ ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം? ഈ ഷക്കീറിൻ്റെ അനുഭവം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് നിർദ്ദേശങ്ങളാണ് നൽകാനുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. എന്നുള്ള ചോദ്യം ഉത്തരം എല്ലാവരും കറക്റ്റായിട്ട് എഴുതി. നോളജ് സിറ്റിയിലെ ഗ്രാൻഡ് മസ്ജിദിലാണ് ഹബീബ നബിയുടെ തിരുവേഷം സൂക്ഷിച്ചിട്ടുള്ളത്. നമ്മളിന്ന് ചോദിക്കുന്ന ഇന്ന് പത്രങ്ങളൊക്കെ കണ്ട ഒരു പ്രധാന വാർത്തയാണ്. ഡൽഹിയിൽ ഒരു വലിയ സ്ഫോടനം നടന്നു. ആ സ്ഫോടനത്തിൽ 8ഓളം ആളുകൾ മരണപ്പെട്ടു. ഇനിയും മരണസംഖ്യ ഉയരാം. ഈ സ്ഫോടനം നടന്നത് വലിയൊരു ചരിത്ര നിർമ്മിതിയുടെ അടുത്താണ്. ഏത് ഇതിൻ്റെ നിർമ്മിതിയുടെ അടുത്താണ് ഈ സ്ഫോടനം നടന്നതെന്നാണ് ചോദ്യം. ഞാൻ 2 ഇത് പറയാം. ആ ഉത്തരം പറയേണ്ടത്, ഒന്ന് ചെങ്കോട്ട, റെഡ് ഫോർട്ട് ചെങ്കോട്ട, 2 താജ്മഹൽ. ഇതിലേതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.